പൃഥ്വിക്ക് കുറച്ച് പരിക്ക് പറ്റിയിരിക്കുക, വല്ലാണ്ടായിരിക്കുന്നു പാവം. ഇനി എങ്ങനെ ഡാൻസ് ചെയ്യുന്നേ? അതുകൊണ്ട് ആ ഡാൻസ് ഞാനായിരിക്കും ചെയ്യാ, അതും പ്രീതിയുമായിട്ട്. സമീർ, ആ ചേട്ടാ. പൃഥ്വി അവിടെ ഇരുത്തു മോനെ. ആ ചേട്ടാ വരൂ. നോ, ഐ വിൽ മാനേജ്. ഉറപ്പാണോ? യാ. ഓക്കെ. ഷാളായി ലൈറ്റ്സ്. ശരിക്കും ഇവനെന്തോ എന്റെ മേല് തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഇവന് തോന്നിയിട്ടുണ്ടാവോ എന്റെ മനസ്സിൽ ഇവനോട് എന്തേലും ഫീലിങ്സ് ഉണ്ടെന്ന്? നോക്കൂ കിരൺ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയണം. ഡാൻസ് ചെയ്യുന്നത് നിനക്ക് നന്നായി ഇഷ്ടപ്പെട്ടെന്നല്ലേ നീ പറയാൻ പോകുന്നത്? അതിനെ പറ്റിയൊന്നുമല്ല. പിന്നെ അത് ഞാൻ നിന്റെ തോളിൽ കൈവച്ചില്ലേ, അതിനൊന്നും നീ വേറെ അർത്ഥം കണ്ടിട്ടില്ലല്ലോ. ഓ ഗോഡ്, ഞാൻ നിന്നെ പൃഥ്വിയുടെ കൂടെ ഡാൻസ് ചെയ്യുന്നില്ലെന്നും പിന്മാറ്റിയതിന് കാരണം എനിക്ക് അവനെ തീരെ ഇഷ്ടമല്ലാത്തോണ്ടാ. മനസ്സിലായോടി? അല്ലതൊന്നുമില്ല. ആദ്യം നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്, എന്നിട്ട് നീ എന്ത് വേണേലും പറഞ്ഞോ. പറയ്. ഞാൻ ഇത് ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നേ. അത് നീ എന്നെ കെയർ, കൺസേൺ, ഫ്രണ്ട്ഷിപ്പ് ഇതൊക്കെ ചെയ്യുന്നതില് വേറെ മീനിങ് ഒന്നും കാണുന്നില്ലല്ലോ. എനിക്ക് നമ്മുടെ ഇടയില് ഫ്രണ്ട്ഷിപ്പ് മാത്രം. ദാറ്റ്സ് ഇറ്റ്. വലിയൊരു പ്രോബ്ലം നീ തീർത്തേ. ഇതൊക്കെ ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിച്ചായിരുന്നു. നമ്മുടെ ഇടയിലുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമാ, അല്ലാതെ മറ്റൊന്നുമില്ല. പിന്നെ എനിക്കാണെങ്കിൽ ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. അതുകൊണ്ട് ടൈം മാനേജ് ചെയ്യണം, ഷെഡ്യൂൾ ചെയ്യണം. ഗേൾ ഫ്രണ്ട് അങ്ങനെ ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ എല്ലാം കൊളാവുന്നേ, റൈറ്റ്? മറ്റൊരു കാര്യം കൂടി, ഞാൻ വീണ്ടും വീണ്ടും ഗേൾ ഫ്രണ്ട്സിനെ പറ്റി പറയുന്നതെന്തിനാന്ന് വെച്ചാ എനിക്ക് നിന്നെ ഇങ്ങനെ വട്ടാക്കാൻ നല്ല രസമാണെന്നേ. അതുകൊണ്ട് എന്റെ ടെൻഷൻ കുറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ നിനക്ക് എന്നോട് വലിയ ഫീലിങ്സ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇപ്പൊ മനസ്സിലായോ എല്ലാം? എല്ലാം മനസ്സിലായി. പിന്നെ എനിക്ക് നിന്നോട് ഒരു ഫീലിംഗും ഇല്ല, ഇനി ഒരിക്കലും എനിക്ക് ഉണ്ടാവാനും പോകുന്നില്ല. എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. എനിക്ക് ഗ്യാരണ്ടി അല്ല, പ്രോമിസാ വേണ്ടേ? മേക്ക് എ പ്രോമിസ്. എന്തുപറ്റി? താൻ കിരണിനാണല്ലോ നോക്കുന്നത്. അവനെന്തെങ്കിലും കുസൃതി കാണിച്ചോ? ഇല്ല രോഹിതേട്ടാ, അത് എനിക്ക് കിരണിന് ഒരു പ്രോമിസ് കൊടുക്കാനുണ്ട്. എന്ത് പ്രോമിസ്? അത് പിന്നെ നീ ഉണ്ടല്ലോ കിരൺ,
ഭയങ്കര സ്ട്രേഞ്ചാ, ഭയങ്കര ക്യൂട്ടുമാണ്. അത് ശരിയാ മോളെ. ഉം. അതെ രോഹിത്തെ, നിങ്ങളെ രണ്ടുപേരും വളരെ നന്നായിട്ട് ഡാൻസ് ചെയ്തു. നിങ്ങൾ പരസ്പരം ഒന്നു ചേരാൻ വേണ്ടി ജനിച്ചവരാണെന്ന് തോന്നിപ്പോയി. ഏയ് ലിസൺ പ്രീത, എന്തു പറ്റി? കുറെ നേരം നിന്നോട് സംസാരിക്കാൻ നോക്കാം ഞാൻ. എന്നാ പറ, എന്താ കാര്യം? അതെന്താന്നോ, നിന്റെ താടി വെച്ച മരയോന്തില്ലേ, അവനെ ഞാൻ കാല് വെച്ച് വീഴ്ത്തിയതാ. What? Oh my God! അതിന്റെ അർത്ഥം നീ പ്രത്യേകം മനഃപൂർവ്വം വീഴ്ത്തിയെന്നാണോ? ആ, നീ മനഃപൂർവ്വം അവനെ പരിക്ക് പറ്റിച്ചെന്നോ? യെസ് യുവർ ഓണർ. നീ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയാണ് കിരൺ നമ്പർ ചെയ്തിരിക്കുന്നത്. Oh my God! How can you do this? I mean, ഞാൻ നിന്നെ ക്യൂട്ട് എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ ഇപ്പൊ തിരിച്ചെടുക്കുക. നീ എന്തൊരു സ്റ്റുപ്പിഡ് ആണ്, ഭയങ്കര സ്ട്രേഞ്ചും ആണ്. ഒരാളുടെ അടുത്ത് ഇത്രയ്ക്ക് മോശം തമാശ ആരാ കാണിക്കുക? എന്നിട്ട് വന്ന് പറയുകയും ചെയ്യുന്നു. എന്നോട് ഇത് പറഞ്ഞിട്ട് എന്ത് കിട്ടും നിനക്ക്? സന്തോഷാടി, ആനന്ദം ആനന്ദം. പിന്നെ നിനക്ക് എന്നെ വഴക്ക് പറയാനും കഴിയില്ല, അതിന് ഞാൻ അവസരവും തരില്ല. ബൈ ബൈ. നീ എനക്ക് അറിയിക്കൊണ്ടേയിരിക്കും മോളെ. എവിടെ പോയി? എടത്തി, ഡ്രൈവറെ ഒന്ന് വിളിക്കാം. ശരി ചേച്ചി. ഹലോ, വേഗം വണ്ടി കൊണ്ടുവരൂ. ചേച്ചി, നിങ്ങൾക്കറിയോ, എനിക്കിന്ന് വളരെ അഭിമാനം തോന്നുന്നുണ്ട്. എന്താ എടത്തി? ചേച്ചിക്കറിയാലോ, എനിക്ക് ജുവലറി വാങ്ങുന്നത് എത്രമാത്രം സന്തോഷമാണെന്ന്. ഇന്നിതെല്ലാം ആവശ്യമായിട്ട് വന്നല്ലോ. നമ്മൾ ഇതെല്ലാം ഷേളിന് ഗിഫ്റ്റായിട്ട് കൊടുക്കും. ശരിയാ എടത്തി പറഞ്ഞത്. ഈ ഡ്രൈവർ ഇത് എവിടെ പോയി? ഒന്നുകൂടെ വിളിക്കാം. ഒന്ന് വിളിച്ചു നോക്കട്ടെ. ശരി. ഓ മൈ ഗോഡ്. ഞാൻ എടുക്കാം ഇതൊക്കെ. ഇത്ര ഹെവി ജുവലറിക്ക് പേപ്പർ ബാഗ്സ്? ഓ ഗോഡ്, ആക്ച്വലി വീട്ടിൽ നിന്ന് ഷോൾഡർ ബാഗോ ചെറിയ സ്യൂട്ട് കേസോ കൊണ്ടുവരേണ്ടതായിരുന്നു. ചേച്ചി, ഇതൊക്കെ എങ്ങനെ പോസിബിൾ ആവാനാ? നമ്മൾ എത്ര തിരക്കിനിടന്ന് ഇങ്ങോട്ട് വന്നത്. ബാങ്ക് ലോക്കറിന്റെ കാര്യമാണെങ്കിൽ ഇത്ര വേഗം ശരിയാക്കി. ഇതിനൊന്നും സമയം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ സമയത്തിന് നടത്തി തന്നതില് ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. എന്താ കാര്യം? രാജുവേട്ടാ, വളരെ നല്ലൊരു വാർത്തയുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞ ആ സ്ഥലമില്ലേ, ഒരുപാട് ദിവസത്തിന് ശേഷം അവിടെ നല്ലൊരു കോള് വന്നിട്ടുണ്ട്. ഇപ്പൊ 2 സ്ത്രീകൾ പുറത്തേക്ക് പോയി. അവരുടെ കയ്യിൽ ഒരുപാട് സ്വർണവും ഉണ്ട്. അവരുടെ വീട്ടിലെന്തോ പരിപാടി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? അത് ശരി. നീ ആ പെണ്ണുങ്ങളെ ശ്രദ്ധിക്കേ. എല്ലാം എവിടെ പോകുന്നു വരുന്നു എന്നെല്ലാം ശ്രദ്ധിക്കേ. പിന്നെ ഇത്തവണ ഒരു തെറ്റും സംഭവിക്കരുത്. അവരെ പറ്റിച്ചിട്ട് നമുക്കും ആഘോഷിക്കാം. എല്ലാ സ്വർണവും എടുത്ത് ഇവിടേക്ക് വാ, മനസ്സിലായോ? സ്വർണ്ണമെല്ലാം ആദ്യം എന്റെ കയ്യിലെത്തട്ടെ. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? കൊണ്ടുവാ. ഓക്കെ രാജുവേട്ടാ, പറഞ്ഞ പോലെ. ഏയ്, എന്റെ അടുത്തേക്ക് വാ. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നല്ലൊരു അവസരം ഒത്തു കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും തുടങ്ങിക്കോ, മനസ്സിലായോ? ശംഭു, സത്യ, ജീപ്പ് എടുക്ക്. ഇന്നത്തോടെ നമ്മുടെ ബാറ്റിലൊക്കെ കഴിഞ്ഞെന്നാ തോന്നുന്നേ. വണ്ടി ഇറക്ക്. കിരൺ ഉണ്ടല്ലോ, പൃഥ്വിയോട് ചെയ്തത് വളരെ മോശമായിപ്പോയി. ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. തമാശ കളിക്കാൻ വേണ്ടി പൃഥ്വിയുടെ മനസ്സ് വളരെ വലുതായതുകൊണ്ട് അവനൊന്നും പറഞ്ഞില്ല. ഇന്നുണ്ടല്ലോ, ആ കിരണിനെ ഞാൻ ഒരുപാട് പറയുന്നുണ്ട്, ഒരുപാട്. ഇവരുടെ ഈ സൗഹൃദത്തിന് കുറച്ച് ആഴം കൂടുതലാണ്. അതിന്റെ റീസണും ഷെറിൻ ബേബി എന്നോട് പറഞ്ഞതാണ്. പ്രീതയെ ആ തീയിൽ നിന്ന് രക്ഷിക്കാൻ വന്നത് ഈ കിരണാണല്ലോ. ആ, അന്ന് മുതൽ ഈ സീറോ പ്രീതയുടെ കൂടെ കൂടിയതാണ്.
മോളെ ഒരു മിനിറ്റ്, നീ എവിടെ പോവാ? എവിടെയായിരുന്നു നീ ഇതുവരെ? ജാനകി ഇവിടെ? അതമ്മേ, ജാനകി ആന്റിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ട്രാഫിക് പെട്ട് നമ്മൾ ഇവിടെ എത്താൻ ഒരുപാട് സമയം എടുത്തില്ലേ. അതുകൊണ്ട് ഞാൻ രോഹിത്തേട്ടനോട് പറഞ്ഞു അദ്ദേഹം ആന്റി ഗസ്റ്റ് റൂമിൽ കൊണ്ടുപോയിരിക്കുക. ആന്റി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. നീ ചെയ്ത് വളരെ നല്ല കാര്യ. അല്ലെങ്കിലേ നിനക്ക് ക്ഷീണ. കുറച്ച് വിശ്രമിച്ച് അതൊക്കെ മാറിക്കിട്ടും. അത് കഴിഞ്ഞാ പിന്നെ പിന്നെ നീ ഓക്കെ ആകും. നീ എന്താ ചെയ്യുന്നേ? നിന്റെ മുഖം എന്താ ഇങ്ങനെ? അല്ല, എനിക്ക് ഇങ്ങനെ മുഖം ഒന്ന് വെക്കാനും പാടില്ലേ? എവിടെ പോയി മരത്തല? ഓ വാവ്, ചേച്ചി കിരൺ സാറിനെ ഫോളോ ചെയ്യുവാണോ? ഇവരുടെ ഒഴിച്ചുകളിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. റൊമാൻറ്റിക്. എല്ലാ ഗസ്റ്റുകളും വന്നില്ലേ? ഇനിയിപ്പോ നമുക്ക് ജാനകിയെ പുറത്തേക്ക് വിളിക്കാം. ഞാൻ പ്രീതയോട് പറയാം, അവള് ജാനകിയെ വിളിച്ചോണ്ട് വന്നോളും. ഈ പ്രീത ഇത് എവിടെ പോയി? അതെ അമ്മേ, എന്നോട് അമ്മയ്ക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? എന്താ? അതിന് എനിക്കിതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലല്ലോ. ഈ പ്രീത ഇത് എവിടെ പോയി? ഞാൻ പോയി ജാനകി ആന്റിയെ കൊണ്ടുവരാം. അമ്മ സ്ട്രെസ് എടുക്കണ്ട, പോയിട്ട് വരാം. മോളെ പറയുന്ന കേൾക്ക്. ഇവിടെ എന്തൊക്കെയാ പറയുന്നേ? ചേച്ചി, ഇപ്പൊ സന്തോഷായില്ലേ നിങ്ങൾക്ക്? നമ്മള് സമയത്തിന് വീട്ടിലും എത്തി, നമ്മുടെ ജോലിയും കഴിഞ്ഞു. ഓഫ് കോഴ്സ് ഏടത്തി. നമ്മൾ നമ്പ്യാർ കുടുംബത്തെ കുറിച്ച് ഒരാൾ ഇത്രയും മോശമായിട്ട് സംസാരിച്ചിട്ട്, ഇത്ര ഇൻസൾട്ട് ചെയ്തിട്ട് ഞാൻ മിണ്ടാതെ കേട്ട് നിൽക്കണോ? അതൊരിക്കലും നടക്കില്ല. ഇനി എടുത്തി നോക്കിക്കോളൂ, ഈ ജുവലറി എല്ലാം നമ്മൾ ഷേളിന്റെ ഫാമിലിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പോവാ. ഇത് കണ്ടിട്ട് എല്ലാരും ഷോക്കായി പോകും. എത്ര പുകഴ്ത്തി പറയുന്ന എനിക്ക് പറയാനേ പറ്റില്ല ഇപ്പൊ. ഇന്നാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട രോഹിത്തിന്റെ മെഹന്തി ഫംഗ്ഷനാ. അവന് വേണ്ടി എന്റെ മുഴുവൻ പ്രോപ്പർട്ടീസും വേണമെങ്കിൽ ഞാൻ ചെലവാക്കും. താങ്ക് യു ചേച്ചി. വരൂ, അകത്തേക്ക് പോകാം. അല്ല, നിങ്ങളിവിടെ എന്ത് ചെയ്യാ? അകത്തേക്ക് വാ, അവിടെ ഫംഗ്ഷൻ നടക്കുകയല്ലേ. അല്ല, ഞങ്ങൾ ലക്ഷ്മിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ. നിങ്ങൾ പൊയ്ക്കോളൂ. ആ ശരി, പക്ഷെ വേഗം വന്നേക്കണേ. ശരി ചേച്ചി വാ. പോകാം. എന്താണ് അവിടുത്തെ വിവരങ്ങൾ? അവർ രണ്ടുപേരും നമ്പ്യാർ ഹൗസിൽ കയറിയേട്ടാ. നന്നായി. വലിയ പണക്കാരാണ്. കോടികൾ ഉണ്ടാവും അവിടെ. രാജുവേട്ടാ, കോടികളല്ല, അതിലും മുകളിൽ പോവും. ആ രണ്ട് സ്ത്രീകളും വലിയ പണക്കാരാണ്. അവരുടെ വീട്ടിൽ എന്തോ പരിപാടി നടക്കുകയാണെന്ന് തോന്നുന്നു. കേൾക്ക്, ഞങ്ങൾ അരമണിക്കൂറിൽ അവിടെ എത്തും. നീ അവിടെ ശ്രദ്ധിക്കേ. ഓക്കെ രാജുവേട്ടാ. താങ്ക് ഗോഡ് എടുത്തി. എല്ലാരും പാർട്ടി എൻജോയ് ചെയ്യാ. നമ്മൾ ആരെയും മിസ് ചെയ്തിട്ടില്ല. ചേച്ചി പറഞ്ഞത് സത്യ. ഞാനൊരു കാര്യം ചെയ്യാം, ഈ ജുവലറി റൂമിൽ വെച്ചിട്ട് വരാം. ഇത് അവിടെ ഇവിടെ ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ. ഇത് കൊടുക്കാൻ ഇനി ഒരുപാട് സമയമുണ്ട്. മൈലാഞ്ചിടിയിൽ ചടങ്ങ് കഴിയുമ്പോ നമുക്കിത് കൊടുക്കാം. ശരിയല്ലേ? ശരി എടുത്തി, കൊണ്ടുവച്ചു. ശരി ചേച്ചി, ഞാൻ വേഗം പോയിട്ട് വേഗം വരാം. അപ്പോഴേക്ക് നിങ്ങൾ ബന്ധുക്കളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേ. ഓക്കെ? സംസാരിക്കേണ്ട സമയമല്ല, മറുപടി കൊടുക്കാനുള്ള സമയം. അതിന് കവിത ഇപ്പൊ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി പറയൂ, ഷേളിന്റെ അമ്മായി. ഐ ഹോപ്പ് നിങ്ങൾ പാർട്ടി എൻജോയ് ചെയ്യുന്നുണ്ട്. ചൂടൊന്നും തോന്നുന്നില്ലല്ലോ അല്ലേ? ഐ മീൻ, AC വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അതെന്താന്നോ, ഇത്രയും സ്വർണ്ണം ഇട്ടേക്കുന്ന കണ്ടിട്ട് നാട്ടിലുള്ള എല്ലാവരുടെയും സ്വർണ്ണം ഇട്ടതുപോലെ ഉണ്ട് ഇപ്പൊ. പണം ഉള്ളവരിങ്ങനെയൊന്നും കാണിക്കില്ല. ഇങ്ങനെ ഇട്ടോണ്ട് നടക്കുകയില്ല. കയ്യിലൊന്നും ഇല്ലാത്തവരാ ഇങ്ങനെ വാരി വലിച്ചിട്ടോണ്ട് നടക്കുന്നത്. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞങ്ങൾ നമ്പ്യാർ ഫാമിലിയുടെ അവസരം. ഞങ്ങളുടെ ഓർണമെന്റ്സ് കണ്ടാലുണ്ടല്ലോ, നിങ്ങളുടെ കണ്ണ് തള്ളി പോവുകയുള്ളൂ. മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്? അത് പിന്നെ കവിത, നീ പിന്നെ ഈ ചെറിയ കാര്യം മനസ്സിൽ വെച്ചേക്കരുത്. അതങ്ങ് മറന്നു കളഞ്ഞേക്ക്. മറക്കാനോ? ഇവരിത്രയധികം ഞങ്ങളെ ആക്ഷേപിച്ചിട്ട് നീ പറയുന്നു അത് ഞാൻ മറക്കണമെന്ന്. നീ നിന്റെ ഈ ബന്ധുക്കളെയൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണമായിരുന്നു. അവര് വരുന്നത് നമ്പ്യാർ ഫാമിലിയിലെ പാർട്ടിക്കാണെന്ന്. നാവ് അനക്കുന്നതിന് മുൻപ് 1000 തവണ ആലോചിക്കണമെന്നും.
ഒരു കാര്യം കൂടി, ഞങ്ങള് പയ്യന്റെ വീട്ടുകാരാണെന്ന് മറക്കണ്ട. അടുത്ത തവണ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നല്ലവണ്ണം ആലോചിച്ച് പറയണം. നോക്ക് സഞ്ജന, നീ എന്നോടൊരു കാര്യം പറഞ്ഞേ. അങ്ങനെ എന്ത് കുറവുണ്ടായിട്ടാ നമ്മുടെ ഷെർലിനെ ഈ മൂശേട്ടയുടെ വീട്ടിലേക്ക് കെട്ടിച്ചയക്കാൻ നോക്കുന്നേ? ഇല്ല ബിന്ദു, അങ്ങനെയൊന്നുമില്ല. നീ വിചാരിക്കുന്നത് പോലെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇൻഫാക്ട് കവിതയ്ക്ക് ഷെർലിൻ എന്ന് പറഞ്ഞ വളരെ വലിയ ഇഷ്ടമാണ്. അതെ, ഞാനൊരു ഓളത്തിന് പറഞ്ഞതല്ലേ പെണ്ണുങ്ങൾ അണിഞ്ഞൊരുങ്ങുന്നത് വളരെ നല്ല കാര്യമാണെന്ന്. അല്ലാണ്ട് ആരെയും നിർബന്ധിച്ചിട്ടൊന്നും അല്ലല്ലോ. അതെ, നമ്മളൊക്കെ പെണ്ണുങ്ങളല്ലേ, അണിഞ്ഞൊരുങ്ങുക നമ്മുടെ അവകാശമല്ലേ. ഓ സമ്മതിച്ചു, പക്ഷേ അതല്ല ഞാൻ പറഞ്ഞത്. ആന്റി, ഷെർലിന് എന്തെങ്കിലും കുറവുണ്ടോ? അല്ല, എന്തെങ്കിലും ഒരു കുറവുണ്ടാവുമല്ലോ. ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ലായിരിക്കും, അങ്ങനെ എന്തെങ്കിലും. ആന്റി, നിങ്ങൾ പഞ്ചാബികളല്ലേ, ഷർബത്ത് ഉണ്ടാക്കാൻ അറിയാലോ അല്ലേ? അതും അറിയില്ലേ? ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളല്ലേ ആന്റി. നോക്ക്, ആ കവിതാ മാം എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞിട്ട് പോയതെന്ന്. പെൺവീട്ടുകാരായതുകൊണ്ട് എന്തോ ഇങ്ങനെ കേട്ടോണ്ട് നിക്കോ? എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ എങ്ങനെയാ നിങ്ങളുടെ മകളെ ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് വിടുന്നതെന്ന്. ഇനിയെങ്കിലും നിനക്ക് പറഞ്ഞൂടെ എന്താ ഷെർലിന്റെ കുറവ്? ഈ സൃഷ്ടി പ്രീതയുടെ അനിയത്തിയ. ഇവർ രണ്ടാൾക്കും ഈ കല്യാണത്തിന് താല്പര്യമില്ല. ഇല്ല, ഷെർലിന് യാതൊരു കുറവുമില്ല. അതിന്റെ അർത്ഥം കവിതാ മാമിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്നാ. മറ്റുള്ളവരുടെ സന്തോഷം കാണാൻ അവർക്ക് ഇഷ്ടമല്ല. നോക്ക് ആന്റി, ഒന്നെങ്കിൽ കവിതാ മാം വളരെ മോശമാണ്, അല്ലെങ്കിൽ ഷെർലിന് എന്തോ കുറവുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ ഡിസൈഡ് ചെയ്തോ ഏതാ ശരിയെന്ന്. കവിത മോശക്കാരിയാണ്. എക്സാക്ട്ലി ആന്റി. എനിവേസ്, ഞാൻ പറയാൻ വന്നത് ആന്റി പറഞ്ഞത്. നമ്മൾ രണ്ടുപേരും ഒരുപോലെയല്ലേ ചിന്തിക്കുന്നേ? ബിന്ദു വന്നേ, എനിക്ക് നിന്നെ കുറച്ചുപേരെ കാണിക്കാനുണ്ട്, പെട്ടെന്ന് വന്നേ. എക്സ്ക്യൂസ് മീ. ആന്റി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആന്റി ആന്റി നിക്കുന്ന. എന്താ നീ ഇപ്പൊ എന്താ ചെയ്തിരുന്നത്? ടൈം പാസ്. അത് ശരി, ഇങ്ങനെ ആയിരുന്നു ടൈം പാസ് ചെയ്യോ? എന്നുവെച്ചാ കുറച്ചുപേര് TV കണ്ട് ടൈം പാസ് ചെയ്യും, കുറച്ചുപേര് വീഡിയോ ഗെയിം കളിക്കും. ഞാനാണെങ്കിൽ ലൈവ് വീഡിയോ ഉണ്ടാക്കും. ഞാനുണ്ടല്ലോ, ഷെർലിന്റെ അമ്മയ്ക്ക് 2 ഓപ്ഷൻസ് കൊടുത്തു. ഒന്നെങ്കിൽ ആ കവിത മാം മോശം വ്യക്തിയാണ്, അല്ലെങ്കിൽ ഷെർലിന് എന്തോ കുഴപ്പമുണ്ട്. പക്ഷെ എനിക്ക് രണ്ടും ശരിയായിട്ടാ തോന്നുന്നത്. ഒരു മിനിറ്റ്, ഞാനിപ്പോ കണ്ടു. എന്താ, ഞാൻ നിന്നെ കണ്ണടിച്ച് കാണിച്ചോ? ഓ മിസ് വണ്ടറോ വണ്ടർ, ഇത്രയും ദിവസത്തിനകത്ത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് നീ ഇങ്ങനെ നാണിക്കുന്നത്. ഞാനോ നാണിച്ചൂന്നോ? നിന്റെ മുന്നിലോ? നെവർ. ബഡീനോ, പെൺകുട്ടികളെ ഇങ്ങനെ ആൺകുട്ടികളെ കാണുമ്പോ നാണിക്കുന്നത് അവർക്കിടയിൽ സൗഹൃദത്തിനപ്പുറം എന്തോ ഉള്ളപ്പോഴാ. അത് അയ്യോ, ഞാൻ മറന്നുപോയി. എനിക്ക് ജാനകി ആന്റിയെ വിളിക്കാൻ പോണം ഗസ്റ്റ് റൂമില്. ജാനകി ആന്റി പാർട്ടിയിൽ ഉണ്ടാവണം. ഇവള് ശരിക്കും നാണിച്ചതാണോ അതോ ഞാൻ കൂടുതൽ ചിന്തിച്ചതാണോ? ഇന്ന് നല്ല രസമായിരിക്കും. അത്രയ്ക്ക് ഇറിറ്റേറ്റ് ചെയ്താൽ അവൾ എന്തായാലും ദേഷ്യപ്പെടും. അത് കണ്ട് എനിക്ക് ഒരുപാട് സന്തോഷവും. വാ മോളെ, എവിടെ ഈ പ്രീത? കിരൺ, നിക്ക്, ഞാൻ പറയുന്നു കേക്ക്. എനിക്ക് നീ പറയുന്നൊന്നും കേക്കണ്ട മോളെ. നിനക്ക് ഈ പാട്ട് അറിയോടി? മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവ്, അകന്ന് നിന്നാൽ പച്ചിലക്കാവ്, അടുത്തു വന്നാൽ തങ്കനിലാവ്. അയ്യടാ, പിന്നെ നിന്റെ അടുത്ത് വന്ന കാറ്റസിനെ കെട്ടിപ്പിടിക്കുന്ന പോലെ വൃത്തിട്ടുള്ളൂ. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്റെ പൊന്നു മോളെ. എന്തൊരു കോപക്കാരിയടി നീ. നിന്നെ കണ്ടു കഴിഞ്ഞപ്പോ കാട്ടുമാക്കാനെ പോലുണ്ട്. നല്ല ഭംഗി നിന്നെ കാണാൻ. കാട്ടുമാക്കാൻ പ്രീത കൊള്ളാം. ശരി മോളെ, ഞാൻ പോവാ. ബൈ കാട്ടുമാക്കാത്തി. കാട്ടുമാക്കാത്തി? ഞാൻ കാട്ടുമാക്കാത്തിയല്ലേ? ഞാൻ അതാണെങ്കിൽ നീ കാട്ടുമാക്കാനെ കാട്ടുമാക്കാൻ. എന്ത് പറ്റി മോനെ? അച്ഛനോടുള്ള സ്നേഹം വന്നിട്ടുണ്ടല്ലോ. എന്നോടൊന്ന് സംസാരിക്കടാ. എന്തിനും പറ്റി മോനെ? എന്ത് സൂത്രകാരനാ, മനപ്പൂർവ്വം അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്കുക എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട്. എന്തെങ്കിലുമൊക്കെ സംസാരിക്കടാ. എന്തെങ്കിലുമൊക്കെ മതി. ഹലോ, എന്തെങ്കിലും ടോപ്പിക്ക് സംസാരിക്കുന്ന 1000 ടോപ്പിക്കില്ലേ? നല്ല തമാശക്കാരനായവൻ. നല്ല തമാശ പറയുന്നുണ്ട് നിന്റെ മോൻ. ശരിക്കും നന്നായിട്ടുണ്ട്. അല്ല മഹേഷേ, നീ സാക്ഷിയെ കണ്ടിട്ടില്ലേ? കിരണിന്റെ വലിയ ഫാനാണ്. അത് മാത്രമല്ല, ഇവനെ കല്യാണം കഴിക്കാൻ അവൾക്ക് ആഗ്രഹം. എന്തായി പറയുന്നത്? നല്ല ജോഡിയായിരിക്കും ഇവർ. മീറ്റ് ചെയ്യിച്ചാലോ നമുക്ക് വരെ? എന്താ മോനെ ഇത്? നോക്കട്ടെ. ഡാഡ്, എന്നെ പ്രീത വിളിക്കാം. കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യം ഉണ്ടായിരുന്നു ഡാഡ്. ഞാൻ വളരെ നാട്ടിയല്ലേ? ചിലപ്പോ അവൻ ഇപ്പൊ കല്യാണത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇപ്പൊ വേറെ എവിടെയാണ്.
വേറെ എവിടെയാണ് അവന്റെ ശ്രദ്ധ? ചിലപ്പോ അവൻ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിലോ? ഇനി ആ കാണുന്ന കുട്ടിയെങ്ങാനും ആണോ അവനിപ്പോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന? അല്ലല്ല, അത് പ്രീതയാണ്. അവന്റെ നല്ല ഫ്രണ്ടാണ്. എനിവേ, നമ്മൾ ഇവിടെ നിന്നാണോ പാർട്ടി ചെയ്യുന്നത്? വരുന്നേ, അങ്ങോട്ട് പോവാം. വരും, അവര് വരൂ. ഫോളോ മീ. ഫോളോ മീ ഫോളോ മീ എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യണോ? ഞാൻ എന്താ നിന്റെ വേലക്കാരിയാണോ നിന്നെ ഫോളോ ചെയ്തു വരാൻ? ഇവിടെ നിന്ന് ഞാൻ പറയുന്നൊന്ന് പൊട്ടിക്കാളി. ഞാൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോയിരിക്കും. 1 മിനിറ്റ് മതി എനിക്ക്. ഞാൻ പോവാടി. ഈ ചിക്കൻ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. താങ്ക് ഗോഡ്, ആരുമില്ലാത്തൊരു സ്ഥലം കിട്ടിയല്ലോ. ഈ വീട്ടിൽ എവിടെ നോക്കിയാലും എല്ലായിടത്തും ആൾക്കാരാണല്ലോ. ഹലോ, എവിടെയാ നിങ്ങൾ? ഹലോ, ആരായത്? ഓ, നിന്റെ അച്ഛൻ. നമസ്കാരം അച്ഛാ. അച്ഛന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടി എത്ര നാൾ ഞാൻ കാത്തു നിന്നു. നിങ്ങൾക്കറിയോ, ഇത്രയും നാൾ കഴിഞ്ഞിട്ട് വിളിച്ചല്ലേ. സുഖമല്ലേ അച്ഛാ? നിങ്ങൾക്ക് സുഖമല്ലേ? സുഖമല്ലേ അച്ഛാ നിങ്ങൾക്ക്? നിന്നെ ഞാനുണ്ടല്ലോ. ഫോൺ എടുക്കുന്നതിന് മുമ്പ് ആദ്യം നീ പേരോ നമ്പറോ നോക്ക്. പൃഥ്വിയാണ് വിളിക്കുന്നത്. മര്യാദയ്ക്ക് സംസാരിച്ചല്ലോ. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ എന്റെ അച്ഛനാണെന്ന് പറഞ്ഞേ? ഞാൻ എത്ര സന്തോഷിച്ചു എന്റെ അച്ഛനാണെന്ന് വിചാരിച്ച്. ഇനി നീ എന്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ലടാ. എന്റെ പൊന്നു ചേട്ടാ, സോറി. അല്ല, അതൊക്കെ ഇരിക്കട്ടെ. നിങ്ങളെന്താ എത്രയും വൈകുന്നത്? എപ്പോഴാ എത്തുന്നത്? കൂടിപ്പോയാലും ഞാൻ 1/2 മണിക്കൂറിനുള്ളിൽ എത്തും. നിനക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? നിനക്ക് അടി കൊള്ളാനാണ് പൈസ ഇരുന്നത് കേട്ടോ. അടിക്കാൻ തന്നെയാ ഞങ്ങൾ അങ്ങോട്ട് വരുന്നത്. അധികം ചിന്തിക്കേണ്ട. വേഗം വാ. ഓക്കെ, ഇപ്പോ എല്ലാം സെറ്റാണ്. ആ വാടക ഗുണ്ടകൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തും. അവരിവിടെ എത്തിയ ഉടനെ തന്നെ കിരണിനെ തല്ലിച്ചതയ്ക്കും, രോഹിത്തിനെ തകർത്ത് കളയും, പിന്നെ പ്രീതയെ ഒരുപാട് ബുദ്ധിമുട്ടിക്കും. അവര് പ്രീതയെ ഉപദ്രവിച്ച് തുടങ്ങുമ്പോ തന്നെ ഈ പൃഥ്വി ഹീറോയെ പോലെ അവിടെ എത്തി പ്രീതയെ രക്ഷിക്കും. അതിനുശേഷം അങ്ങനെ എല്ലാവരുടെ കണ്ണിലും പൃഥ്വി ഹീറോ നമ്പർ 1 ആയി മാറും. ഓ ജാനകി ആന്റി, ഈ ഒരുക്കങ്ങളൊക്കെ ഒന്ന് നോക്കിയേ, എങ്ങനെയുണ്ട്? ഓ ഗോഡ്, ഈ ജാനകി ഇവിടെ? ഇത് നോക്ക്, മിർച്ചി ലൈറ്റ്സാ. മിർച്ചി ലൈറ്റ്സ് എന്റെ ഫേവറേറ്റാ. ഞാൻ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. നന്നായിട്ടില്ല ആന്റി? ഇത് നോക്ക്, എന്റെ ഇവന്റ് കമ്പനിയുടെ എന്റെയും പേരില്ലാതാക്കാൻ വേണ്ടി ആരോ ചെയ്തതാ. ഇത് ചെയ്തവനെ കൈ കിട്ടിയാലുണ്ടല്ലോ 2 എണ്ണം പൊട്ടിക്കായിരുന്നു.